ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ഇലക്ഷൻ്റെ പ്രചരണമാണ് കേട്ടോ. അപ്പോൾ പുളിക്കനും വിക്രമും ശ്രീനിവാസനും ഒക്കെ കൂടിയിട്ട് ഓരോരോ വീട്ടുകളിലും കവലകളിലൊക്കെ ഇങ്ങനെ പ്രസംഗം നടത്തുന്നതാണ്. അപ്പോൾ വിക്രം പ്രസംഗം നടത്തുന്ന ഒരു സമയത്ത് വേദ അതിൽ കൂടെ വരികയാണ്. അപ്പോൾ വേദന കാണുമ്പോൾ വിക്രം ഒന്ന് പ്രസംഗം നിർത്തിയിട്ട് വേദന തന്നെ നോക്കി നിൽക്കുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് ശേഷം വേദ ഇങ്ങനെ നടന്നു പോകും കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന നടന്നു പോകുന്നത് അങ്ങനെ നോക്കി നിന്നുകൊണ്ടാണ് കേട്ടോ പ്രസംഗിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ പേരിൽ രണ്ട് പാർട്ടിക്കാരും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാരുണും വിക്രമും കൂടെ വന്നും കണ്ട് അതൊക്കെ തീർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇറക്കുന്നത് നമ്മുടെ ചന്ദ്രശേഖരനും ശ്രീകാന്തുമാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് വലിയ പ്രശ്നത്തിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ചന്ദ്രശേഖരനാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നോക്കി നിന്നും കണ്ട് നേരെ ശ്രീകാന്തിന് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ രാത്രിയായപ്പോൾ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. അപ്പോൾ വരുണുണ്ട് കൂടെ. അപ്പോൾ പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ സ്ഥലമല്ലേ എന്ന് ചോദിക്കുകയാണ്, അതായത് ശ്രീനിവാസിൻ്റെ ആൾക്കാർ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത സ്ഥലമാണ്, ഞങ്ങളവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളത് മാച്ചിട്ട് നിങ്ങളുടെ പേര് എഴുതിയല്ലേ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവർ കയറിങ്ങായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാക്കണം. അപ്പോൾ വരുൺ പറയും, വേണ്ട ചേട്ടാ, സംസാരിച്ച് നമുക്ക് ഒത്തുതീർപ്പാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പിടിച്ച് മാറ്റുന്നുണ്ട്. ഈ സമയത്ത് പുളിക്കൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണ്ട പുളിക്കൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുകയാണ്. വിക്രം ധരിക്കുന്നത് പോലത്തുള്ള ഒരു ഷർട്ടാണ്, ഒരു ചെക്ക് ഷർട്ടാണ് കേട്ടോ. ഒരു ഗുണ്ട ഇട്ടിരിക്കുന്നത്, മുഖമൊക്കെ കവർ ചെയ്തിട്ട്. അപ്പോൾ പുളിക്കൻ അയാളോട് പറയാണ്, പോയിക്കോ, ഇത് തന്നെയാണ് കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ട് അയാൾ പോയിട്ട് വരുണിനെ കുത്തുകയാണ്. വരുണിനെ കുത്തുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആകെ ഞെട്ടിത്തരിക്കുകയാണ്. അവർ കൂടെ വരുന്ന ആൾക്കാരൊന്നും തന്നെ ഗുണ്ടകളൊന്നുമല്ല, അവരാകെ പേടിച്ചു പോവുകയാണ്. അപ്പോഴേക്കും പുളിക്കൻ ഓടി വന്നിട്ട്, വിക്രം നീ എന്ത് പണിയുടെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. കാരണം വിക്രമാണ് അത് ചെയ്തതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും ആ ഗുണ്ട ഓടിപ്പോയിട്ടടാ വിക്രം എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിക്കുന്നുണ്ട് പുളിക്കൻ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നിട്ട് വരുണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ കാണിക്കുന്നത് രാജേട്ടനും അനിയൻകുട്ടനും കൂടെ ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയൻകുട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്നാൽ ഈ കളിയിൽ അനിയൻകുട്ടൻ ചോദിക്കുകയാണ്, ഈ കളിയിൽ ആര് ജയിക്കും? അത് ഞാൻ തന്നെ ജയിക്കടാ എന്ന് പറയാണ് കേട്ടോ രാജേട്ടൻ. അയ്യോ, അതല്ല ചോദിച്ചത്, ഈ വേദ അങ്ങനെ തിരിച്ചു വരുമെന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയട്ടെ. പിന്നെ തിരിച്ചു വരില്ലേ? തിരിച്ചു വരാതെ എവിടെ പോകാനാണ്? ഈ അവൻ്റെ ഉള്ളിലെ ആ അഗ്നി ഉണ്ടെങ്കിൽ തിരിച്ചു വരും. ഏത് അഗ്നി? അതേ പ്രണയത്തിൻ്റെ അഗ്നി. രണ്ടുപേരുടെ മനസ്സിൽ ആ ഒരു അഗ്നി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേദ തിരിച്ചു വരും. ആണോ രാജേട്ടാ? പണ്ട് ഗ്രീക്കിലൊരു യുദ്ധം വരെ നടന്നിട്ടുണ്ട് പ്രണയത്തിന് വേണ്ടിയിട്ട്, 2 വർഷം. ആണോ? അങ്ങനെ ഒരു യുദ്ധമൊക്കെ ഉണ്ട്? ഉണ്ട്. അതെന്ത് യുദ്ധം? 2ാം ലോക മഹായുദ്ധം. പൊട്ട ബുദ്ധി വേണം നിനക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉറപ്പായിട്ടും വേദ തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോസഫ് കരിച്ച് വരുന്നത്. ജോസഫിനെ വന്നിട്ട് രാജേട്ടാ എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോൾ എന്താടാ നീ പട്ടി കരയ്ക്കുന്ന പോലെ കരയ്ക്കുന്നുണ്ടല്ലോ എന്ന് അനിയൻകുട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓടി വന്നതാണ് രാജേട്ടാ, അവരുടെ ഇടയിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയട്ടെ. ആരുടെ ഇടയിൽ നിന്ന്? നീ എന്താ പറഞ്ഞത്? വിക്രം എവിടെ ചോദിക്കാൻ കേട്ടോ. വിക്രം എവിടെ ഉണ്ടായിരുന്നു? 15 മിനിറ്റ് ആയിട്ടുള്ളൂ, ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ പോയിട്ട്. കളിക്കാനൊരു മൂടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചുരുണ്ടുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളാ പറഞ്ഞത് വീട്ടിലേക്ക് പോയിക്കോളാൻ. അപ്പോൾ ഇപ്പം തന്നെ പോയിട്ടുള്ളൂ. അവനിപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനല്ലേ അത് ചെയ്തത്? ഏത് ചെയ്തത്? നീ എന്തേ പറയുന്നത് എന്ന് ചോദിക്കണ്ടോ. വാസവൻ്റെ മകനെ വരുണിനെ കുത്തി എന്ന് പറയട്ടോ. നീ എന്താ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് രാജേട്ടൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെ, ആ കുത്തിയത് വിക്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവൻ ഇവിടെ ഉണ്ടായിരുന്നടാ. അതൊന്നും എനിക്കറിയില്ല, അവനാണെന്ന് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ ആൾക്കാർ നമ്മളെ തേടി വരും, വേഗം തന്നെ ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, ഈ സ്ഥലമൊക്കെ വാസവൻ്റെ ആൾക്കാർക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഓടി അവിടെ നിന്ന് രക്ഷപ്പെടാണ്. അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ അവിടേക്ക് വരികയാണ്. ആൾക്കാർ വന്നിട്ട് ആ റൂമിലൊക്കെ നോക്കുമ്പോൾ വിക്രമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചു പറിച്ചിട്ടിട്ട് അവർ പോകും. ഇതേ സമയം വാസവനും ഭാര്യയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്താണ്. അപ്പോൾ വേറൊരാൾ പറയുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ ഇരുന്നിരുന്നതാണ്, പക്ഷേ അപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്താണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വാസവനും വൈഫും കൂടിയിട്ട് വേഗം അവിടേക്ക് ചെല്ലാണ്, ICUവിൻ്റെ ഇടയ്ക്ക് ചെല്ലാണ്. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. വാസവനോട് ഡോക്ടർ പറയാണ്, ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനിരിക്കുകയായിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ അറ്റാക്ക് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, മരിച്ചു എന്നുള്ളത് തന്നെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകെ ശരിക്കും ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. വാസവന് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഡോക്ടറോട് അങ്ങോട്ടൊന്നും ചോദിക്കുന്നൊന്നുമില്ല കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസവനാണെന്ന് വെച്ചാൽ അവിടെ തല കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ചാരിഞ്ഞിട്ട്
അമ്മ ഇങ്ങനെ കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസനെയാണ്. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് ഒരിക്കലും വിക്രം അത് ചെയ്തിട്ടില്ല സാറേ, ഉറപ്പായിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ മറ്റേ സജീവനും പറയുന്നുണ്ട് ഇതാരോ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളത് തന്നെയാണെന്ന് പറയണേ. അപ്പോൾ എന്താണ് അപ്പോൾ നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ ശ്രീനിവാസൻ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് അവൻ അത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 15 മിനിറ്റ് അവൻ അവിടെ നിന്ന് പോയിട്ടുള്ളൂ, ആ ഒരു സമയത്ത് അവൻ അവിടെ നിന്ന് പോകുമെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പുള്ളിക്കൻ പറയലല്ല, ഇനിയെങ്ങാനും അവിടെ നിന്ന് നേരെ വരുണിൻ്റെ അടുത്തേക്ക് എങ്ങാനാണോ പോയത് വിക്രം എന്ന് പറയുകയാണേ. അപ്പോൾ ശ്രീനിവാസൻ പറയും ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഓടിപ്പോയിട്ട് കുത്താനാണോ ഇനി എന്തൊക്കെ പറയുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, എൻ്റെ ഒരു സംശയം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ സജീവൻ പറയുന്നത് വിക്രമാണ് അത് ചെയ്തതെന്ന് ഉറപ്പിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ തോന്നുള്ളൂ എന്ന് പറയുകയാണേ. പുളിക്കൻ അവിടെ ഉണ്ടായിരുന്നല്ലേ, എന്താണ് നടന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, ഞാൻ കണ്ടതാണ് സാറേ, അവൻ ഇടാറുള്ളൊരു ചെക്ക് ഷർട്ടില്ലേ ബ്ലാക്ക്, ആ ഷർട്ട് ഇട്ടിട്ടാണ് അയാൾ വന്നത്, മുഖം മറച്ചിരുന്നു. എനിക്ക് വിക്രം തന്നെയാണെന്നാണ് വിചാരിച്ചത്. ഞാൻ വിക്രമിനെ വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. ഓടിച്ചെന്നവൻ വരുണിനെ കുത്തിയിട്ട് ഓടിപ്പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ച് അവൻ്റെ മിണ്ടി കൂടെ വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഓടിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനാടാ ഇത് ചെയ്തെന്ന്, അവൻ എന്നെ തള്ളിയിട്ടിട്ട് പോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ പറയടാ, വിക്രമാണെങ്കിൽ നിന്നെ എന്തിനാ തള്ളിയിടുന്നത്? എനിക്കറിയാത്തത്, പിന്നെ ഞാൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചത് കൊണ്ടാണ് അവൻ എന്നെ തള്ളിയിട്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശരിക്കും വിളിക്കാൻ ശ്രീകാന്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ശ്രീനിവാസനും എന്തായാലും വിക്രമിനെ സംശയിക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളറിയാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വിക്രം തന്നെയാണ് അത് ചെയ്തത്, ശരിക്കും അയാൾ വിക്രമിനെ പോലെ ഉണ്ടെന്ന് തന്നെ പുളിക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ രാജേട്ടനാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് ഇല്ല, ഒരിക്കലും ഇല്ല, അവനത് ചെയ്യില്ല സാറേ എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് സാബു പിന്നെ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടിയിട്ട് മദ്യപിക്കാണ് കേട്ടോ. വിജയം ആഘോഷിക്കുന്നത് പോലെയാണ് അവർ, കാരണം നടന്നില്ലേ വിചാരിച്ചതൊക്കെ. അപ്പോൾ പറയുന്നുണ്ട് പണിക്കത്ത് തറവാട്ടിലേക്ക് കയറി വരാൻ ഇന്ന് 2 മരുമക്കളാണ്, ഒരെണ്ണം ലോക തെണ്ടി, അതിനേക്കാളും വലിയ തെണ്ടിയാണ് മറ്റവൻ. എന്തായാലും ഒരെണ്ണം പോയി കിട്ടി, ഇനി അടുത്തതിനെ കൂടി എത്രയും പെട്ടെന്ന് തന്നെ അകത്തേക്ക് ആക്കണം. എന്തായാലും സാബുവിൻ്റെ സെലക്ഷൻ കൊള്ളാം. പുളിക്കൻ പറഞ്ഞതേ ശരിക്കും ആ ഗുണ്ട വരുന്നത് കണ്ടിട്ട് വിക്രം പോലെ തന്നെ ഉണ്ടായിരുന്നു, വിക്രമാണോ എന്ന് പോലും പുളിക്കൻ സംശയിച്ചു എന്നാണ് പുളിക്കൻ എന്നോട് പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. എന്തായാലും തന്നെ സെലക്ഷൻ കൊള്ളാമെന്നൊക്കെ പറയാനേ. അപ്പോൾ എന്തായാലും രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഈസി ആയി എന്ന് പറയുമ്പോൾ സാബു പറയാം അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട, കാരണം അവന് വേണ്ടിയിട്ട് വേദ ഉറപ്പായിട്ടും കോടതിയിൽ ഹാജരാകും. ഇനി എത്ര വലിയ കേസാണെന്നുണ്ടെങ്കിലും അവൻ ഇരുന്നിരുന്ന സ്ഥലം, അവൻ്റെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് അവനെ രക്ഷിക്കും, അത് ഉറപ്പാണെന്ന് പറയട്ടോ. എടോ, അതിന് ഈ കോടതി വിചാരണയും കാര്യങ്ങൾ വരെ ഒന്നും എത്തിക്കേണ്ട കാര്യമില്ല. താൻ അവനെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ട് അവനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി, പുറത്തേക്കൊന്ന് വിട്ടാൽ മതി. അപ്പോൾ വാസവൻ്റെ ആൾക്കാർ അവൻ്റെ കാര്യം ശരിയാക്കിക്കോളും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സാബു പറയാണ് അപ്പോൾ വാസവനെ പിടിച്ച് ജയിലിലിടേണ്ടി വരുമല്ലോ എന്ന് പറയണേ. അപ്പോൾ ആര് ജയിലിൽ കിടന്നാൽ നമുക്കെന്താ, നമ്മുടെ കാര്യം നടന്നു കിട്ടിയാൽ പോരെ, അത് മാത്രം നടന്നാൽ മതി, വേറൊന്നിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ വിക്രമും വരുണിൻ്റെ ശല്യം ചെയ്യും, അതോടുകൂടി വാസവൻ ജയിലിലാണ് ഞങ്ങൾ ആയിക്കോട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇവരാണെന്നുണ്ടെങ്കിൽ ആഘോഷിക്കുകയാണ്. അപ്പോൾ സാബുവിനാണെന്നുണ്ടെങ്കിൽ ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്, കാരണം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. അപ്പോൾ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ധൈര്യം കൊടുക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രശേഖരനും ഉണ്ട് കേട്ടോ കൂടെ, അയാളും ഇവരെ കൂട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കുറച്ച് ആൾക്കാർ വിക്രമിൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. മുറ്റത്തുണ്ടായിരുന്ന ചെടിയും ചെടിച്ചട്ടി സാധനങ്ങളൊക്കെ തട്ടി മറിക്കുന്നുണ്ട്. അതിന് ശേഷം നേരെ വിക്രമിൻ്റെ റൂമിലേക്കാണ് പോകുന്നത്. ഈ സമയത്ത് ശ്രീജി ഒച്ച കേട്ടിട്ട് വിശ്വത്തിന് വിളിക്കുകയാണ്. വിശ്വട്ടാ ആരോ പുറത്ത് വന്ന് എന്തോ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, വായോ എന്ന് പറഞ്ഞ് എഴുന്നേക്കാണേ. ഈ ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ നേരെ ശ്രീജരെ ആ ഒരു പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പൊടികളും മുളകും സാധനങ്ങളൊക്കെ തട്ടിയിടാണ്. അങ്ങനെ എല്ലാവരും ശബ്ദം കേട്ട് വരികയാണ്. എന്താ കാര്യം ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് എന്തോ പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിനായകൻ വേഗം തന്നെ അകത്തേക്ക് പോകുമ്പോൾ നന്ദിനെ അവിടെ പിടിച്ച് നിർത്താണേ. അപ്പോഴേക്കും മാഷും കമലാമ്മയും വരികയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരോ പുറത്തുണ്ടോ ഒന്ന് പോയി നോക്കടാ. ശ്രീജ പറയും ഞാൻ തുറക്കാം. വേണ്ട മോള് തുറക്കണ്ടെന്ന് പറയണേ. അങ്ങനെ ഒന്ന് പോയി നോക്കണം എന്നിട്ട് വിനായകൻ തുറക്കാൻ നോക്കുന്ന കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. പ്രമോദ് വരുൺ മരിച്ചു തറന്നിട്ട് തീറ്റ് തലകറങ്ങി വീഴുന്നതും മാത്രമല്ല നമ്മുടെ വിക്രമാണ് ഇത് ചെയ്തതെന്ന് ശ്രീകാന്ത് ശങ്കരനാരായണനോട് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത്. എന്തായാലും വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്താണ് എന്നുള്ളതൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.